എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ പോണ അമ്പലത്തിലേക്കാണ്. ഇന്ന് പപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ്. ബാക്കിൽ നിന്ന് കോമിക്കൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ലേറ്റായി പോയി ഗൈസ്. ബാംഗ്ലൂരിൽ നല്ല ട്രാഫിക് ആയിരുന്നു ഗൈസ്. അതുകൂടാതെ ഞങ്ങൾക്ക് സിഗ്നലും കിട്ടി. പിന്നെ ഞങ്ങൾ ആ ടൈം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ആ ടൈം അങ്ങോട്ട് സ്പെൻഡ് ചെയ്തു. ഓൾറെഡി ഞങ്ങൾ ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ക്ഷേത്രം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. ക്ലോസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ വേഗം വെച്ചു പിടിച്ച് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലത്തെ ഫോട്ടോസ് അലൗഡ് അല്ല ഗൈസ്. ക്ലോസിങ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് നേരെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ കാറിൽ കയറി നേരെ പെട്രോൾ പമ്പിലേക്ക് പോയി പെട്രോൾ അടിച്ച ശേഷം അപ്പം നേരെ ചായ കുടിക്കാൻ പോയി. എൻ്റെ ഫേവറേറ്റ് കടയിട്ടത് അടുത്ത ചേട്ടന്മാർ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് പുട്ടായൊക്കെ തയ്യിട്ടു ഐസ്ക്രീം തയ്യാറുണ്ട്. പാവൻ ചേട്ടന്മാർ നമ്മുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഈ ഹോട്ടലുള്ളത്. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് എനിക്ക് പാലും ചായയും ഓർഡർ ചെയ്തു. പിന്നെ ഒരു ഹാഫ് ബിരിയാണി ഓർഡർ ചെയ്തു ഗൈസ്. നാട്ടിലത്തെ എല്ലാ ഫുഡ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. എസ്പെഷ്യലി പഴംപൊരി ഒരു രക്ഷയില്ല. നാട്ടിലത്തെ ആ ഡിറ്റോ ടേസ്റ്റിൽ എനിക്ക് ബാംഗ്ലൂരിൽ വന്നിട്ട് പഴംപൊരി കിട്ടിയ ഒരു സ്പോട്ട് ഇതാണ്. അവിടുത്തെ സദ്യയും സൂപ്പറാണ് കേട്ടോ ഗൈസ്. നല്ല ടേസ്റ്റാണ്. പക്ഷേ അവൾക്ക് ബിരിയാണിയാണ് ഇഷ്ടം. അതുകൊണ്ട് അവൾക്ക് ഹാഫ് ബിരിയാണി വാങ്ങിച്ച് അവളെ കഴിപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ വേറൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. വേറൊന്നുമല്ല, ആമ്പൂർ സ്റ്റൈൽ ബിരിയാണി കഴിക്കാൻ ഒരു കൊതി. അതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടെ ആമ്പൂർ സ്റ്റൈൽ ബിരിയാണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റർ എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് നല്ല കട്ട പോസ്റ്റായി ഗൈസ്. വേറൊന്നുമല്ല ഗൈസ്, ഇച്ചായം പോയി ഓർഡറെല്ലാം ചെയ്ത് പൈസയൊക്കെ പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ദമ്മ് പൊട്ടിച്ചില്ല, ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. പിന്നെ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് ഹാഫ് ആൻ അവർ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം റീൽസൊക്കെ ചെയ്തു, വീഡിയോസൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളിങ്ങനെ കുറേ നേരം കൊഞ്ചിച്ചൊക്കെ ഇരുന്നേച്ചു കേട്ടോ. പിന്നെ ആൾക്ക് ബോറടിക്കാൻ തുടങ്ങി ഗൈസ്. കാരണം രാവിലെ ഇറങ്ങിയതാണല്ലോ. ഇതുമോൾ പറയാൻ തുടങ്ങി എനിക്ക് ഉറക്കം വരുന്നു അമ്മ, വാ വീട്ടിൽ പോവാന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ ഇച്ചായം പോയി റെഡിയായോന്ന് പോയി നോക്കാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങി. ഇതാണ് കേട്ടോ ഗൈസ് ഞങ്ങൾ വാങ്ങിച്ച റെസ്റ്റോറൻറ്റ്. കാണാനൊരു ലുക്കില്ലെന്നുള്ള ഗൈസ്, ബട്ട് പൊളി ടേസ്റ്റാണ്. അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തവ ഫിഷ്, പിന്നെ ബിരിയാണി ഐറ്റംസ്, അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. ബാംഗ്ലൂരിലെ ഫേമസ് റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണിത്. പിന്നെ ബിരിയാണി ഇട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി. അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.